രാഷ്ട്രീയം ആകാം, രാഷ്ട്രതന്ത്രം ആകാം. പക്ഷേ ഇരിക്കുന്ന പദവിയോട് മാന്യത കാണിക്കണം. ചിത്ര പി പൂർണിമ, ഡോക്ടർ ചിത്ര പി പൂർണിമ എന്ന KS ഉദ്യോഗസ്ഥ ഇരിക്കുന്ന പദവിയോട് മാന്യത കാണിച്ചില്ല. അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മന്ത്രി. തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയാണ് ഡോക്ടർ ചിത്ര പി പൂർണിമ. ചിത്ര പി പൂർണിമ ഇപ്പോൾ സംഘപരിവാർ സൈബർ ഇടങ്ങളിലെ മിന്നും താരമാണ്. വാഴോട്ടുകോണം കൗൺസിലറും കാപ്പ കേസിലെ പ്രതിയുമായ R സുഗതനെ രക്ഷിച്ചെടുത്തത് ചിത്ര പി പൂർണിമയാണ്. ചിത്ര പി പൂർണിമ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുകയായിരുന്നു സുഗതനെ രക്ഷിക്കാൻ. സംഘിണിയായ ചിത്ര പി പൂർണിമ സുഗതനെ രക്ഷിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന് ജീവശ്വാസം കൊടുത്തിരിക്കുന്നു. സുഗതന് അവധി കൊടുക്കരുത് എന്ന കർശന നിർദ്ദേശം മന്ത്രിയുടെ ഫയലിൽ ഉണ്ടായിരുന്നു. കാരണം അയാൾ 19 കേസിൽ പ്രതിയാണ്, 6ഓളം വധശ്രമ കേസിൽ പ്രതിയാണ്. തിരുവനന്തപുരം നഗരത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. അയാൾക്ക് അയാളുടെ നിലനിൽപ്പാണ് പ്രധാനം. അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാൾ BJPയിൽ ചേർന്നു. ജനങ്ങളുടെ കഷ്ടകാലം കൊണ്ട് അയാൾ കൗൺസിലറായി മാറി. വാഴോട്ടുകോണം എന്ന CPM കോട്ടയിൽ സുഗതൻ ജയിച്ചു കയറിയത് CPMൻ്റെ റബൽ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ്. എന്തായാലും അയാൾക്ക് അവധി കൊടുക്കരുത് എന്ന മന്ത്രിയുടെ ഫയലിലെ കുറിപ്പ് ചിത്ര പി പൂർണിമ മാറ്റിവെച്ചു. ആഭ്യന്തര വകുപ്പിൻ്റെ അഭിപ്രായം ചോദിച്ച് അവധി കൊടുത്തു. അവധി കൊടുക്കുകയും സുഗതനെ സുരക്ഷിതമായി രക്ഷിച്ച് എടുക്കുകയും ചെയ്തു. ചിത്ര പി പൂർണിമ അടക്കമുള്ള ഉദ്യോഗസ്ഥകൾ അധികാരത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തണലിൽ എന്തും ചെയ്യുന്ന ഉദ്യോഗസ്ഥകളായി മാറി. KS ഉദ്യോഗസ്ഥയാണ് ചിത്ര പി പൂർണിമ. സംഘപരിവാർ സൈബർ ഇടങ്ങൾ ആഘോഷിക്കുന്നത് KS കിട്ടാൻ വലിയ പാടാണ് എന്നാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഞാൻ KS എഴുതിയിട്ടുള്ള ഒരാളല്ല. ഞാൻ പഠിച്ചു വന്ന കാലത്തൊന്നും KS അത്ര സജീവമല്ല. എന്തായാലും ചിത്ര പി പൂർണിമ ആരാണ് എന്നുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് വ്യക്തമായിരിക്കും. അറിയപ്പെടുന്ന സംഘിണി മുഖമായിരിക്കുന്നു അവർ. അവരെ സസ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ് മന്ത്രി KM ഷാജി. ഇതിൽ മതം കലർത്തുന്നുണ്ട് സംഘപരിവാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ, സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയകളിൽ. കാരണം KM ഷാജി മുസ്ലിമാണല്ലോ. അപ്പോൾ പിന്നെ ചിത്ര പി പൂർണിമ ഹിന്ദു ആണല്ലോ. അപ്പോൾ മനഃപൂർവ്വം ചിത്ര പി പൂർണിമയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് സംഘപരിവാർ സൈബർ ഇടങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല, അധികാരത്തെ അവർ ദുർവിനിയോഗം ചെയ്തു എന്നതാണ് ശരി. സുഗതമാഹാത്മ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. സുഗതൻ തല്ലിയവർക്ക് സുഗതൻ ചികിത്സ നൽകുന്നു. സുഗതൻ കാലടിച്ച് ഒടിച്ചവർക്ക് സുഗതൻ ചികിത്സ നൽകുന്നു. സുഗതൻ തല്ലിയ കേസുകൾ പണം കൊടുത്ത് സുഗതൻ ഒത്തീർപ്പാക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി സുഗതൻ മാറുകയാണ്. കാപ്പ കേസിൽ വിയ്യൂരിൽ കഴിയുന്ന സുഗതൻ തിരുവനന്തപുരത്തെ നിയന്ത്രിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ പുതിയൊരു ഗുണ്ട താരോദയമായി സുഗതൻ മാറിയിരിക്കുന്നു. ഇന്നലെ NCPയിലെ ഒരു നേതാവ് ഇട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കണ്ടു. അയാളെ സുഗതൻ പഞ്ഞിയിട്ടു. അതിനുശേഷം അയാൾക്ക് ചികിത്സയ്ക്കുള്ള പണവും സുഗതൻ കൊടുത്തു. അതോടെ അയാൾ സുഗതൻ്റെ അനുയായിയായി, അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകാരനായി മാറി. വാഴോട്ടുകോണത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള
സുഗതന്റെ ദൂരം തിരുവനന്തപുരം നിവാസിയായ എനിക്ക് നന്നായി അറിയാം. എന്തായാലും സുഗതൻ ഉന്നത സ്വാധീനം പുലർത്തുന്ന വ്യക്തിയാണ്. സെക്രട്ടേറിയറ്റ് തലയ്ക്കൽ ഇപ്പോൾ ഭരിക്കുന്ന UDF സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് സുഗതൻ നേടി. അതിന് ചിത്രയടക്കമുള്ള ഡോക്ടർ ചിത്ര പി പൂർണിമ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കുടപിടിക്കുന്നു. മന്ത്രിമാരുടെ ഉപദേശങ്ങൾക്ക്, മന്ത്രിമാരുടെ ഫയലുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ. സുഗതൻ ഇന്നലെ NCP നേതാവ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാളുടെ പോസ്റ്റിൽ പറയുന്നു സുഗതന് CPM-ന്റെ അന്ന് ആ NCP നേതാവിന് സുഗതൻ പഞ്ഞിക്കിട്ടപ്പോൾ സുഗതന് CPM-കാർ സുഗതനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല സുഗതൻ നല്ല മനുഷ്യനാണ്, ജനകീയനാണ്, ഹൃദയാലുവാണ്. പക്ഷെ 19 കേസുകൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം BJP-യുടെ കൈവെള്ളയിലാക്കുക എന്നുള്ളത് അവരുടെ അപ്രഖ്യാപിത നയമാണ്. അതിനുവേണ്ടി സുഗതനെ മാത്രമല്ല, കൊടും ക്രിമിനലുകളെ പോലും അവർ മുഖ്യധാരയിൽ എത്തിക്കും. മുഖ്യധാരയിൽ എത്തിക്കുക മാത്രമല്ല, അതിനെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇരിക്കും. തിരുവനന്തപുരം നഗരം പിടിച്ചെടുക്കാനുള്ള BJP ശ്രമത്തിനിടയിൽ പല വിധത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾ BJP-യിൽ ഉരുത്തിരിയുന്നു എന്നുള്ളത് ശ്രദ്ധേയം. BJP-കാർ തങ്ങളിൽ ഏറ്റുമുട്ടിയത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ കൈതമുക്കിൽ ഒരു കൊലപാതകം നടന്നത്. ആ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. BJP-യുടെ ക്രിമിനൽ സംഘങ്ങൾ തിരുവനന്തപുരം കീഴടക്കും. ഇവരെല്ലാം നയിക്കുന്നത് വാഴോട്ടുകുളം കൗൺസിലറായ R. സുഗതനാണ്. സുഗതൻ അവിടെ CPM-കാരെ ആക്രമിച്ചു. അല്ലാതെ സുഗതൻ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു സുഗതൻ. ആ സുഗതൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ കിരീടം വയ്ക്കാത്ത ഗുണ്ടാ നേതാവായി മാറിയിരിക്കുന്നു. അയാൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നന്നായി വിനിയോഗിച്ചിരിക്കുന്നു BJP. കാപ്പ കേസിൽ പ്രതിയാണ് അയാൾ. ചുമ്മാ ഒരാളെ കാപ്പ കേസിൽ രാഷ്ട്രീയമായി പ്രതിയാക്കില്ല. 19 കേസുണ്ട്. അതിൽ 6 വധശ്രമ കേസാണ്. അതിലധികം കേസുണ്ട് സുഗതൻ. അതൊക്കെ സുഗതൻ കാലാകാലങ്ങളിൽ ഒത്തീർപ്പാക്കി. അതൊക്കെ സുഗതൻ കാലാകാലങ്ങളിൽ പണം കൊടുത്തും കയ്യൂക്കുകൊണ്ടും ഒത്തീർപ്പാക്കി. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിൽക്കുന്നത് സുഗതന്റെ ബലത്തിലാണ്. സുഗതൻ അയോഗ്യനാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അവിടെ തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു ഡോക്ടർ ചിത്ര പി പൂർണിമ. ചിത്ര പി പൂർണിമയ്ക്ക് സസ്പെൻഷൻ കൊടുത്തപ്പോൾ സംഘപരിവാർ സൈബറിടങ്ങൾ അതാഘോഷിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒന്നേ പറയാനുള്ളൂ: ഗുണ്ടകളും മസിൽ പവർ കൊണ്ട് നിലനിൽക്കുന്നവരും എക്കാലവും നിലനിൽക്കില്ല. അതിനൊരു എൻഡിങ് ഉണ്ടാകും. തിരുവനന്തപുരം നഗരം അതിന് സാക്ഷിയായിട്ടുണ്ട്. ഗുണ്ടുകാട് ഷാജി അടക്കമുള്ള ഗുണ്ടകൾ വാണ നഗരമാണ് തിരുവനന്തപുരം. SK രാജനും കറണ്ട മധുവും അടക്കമുള്ള ഗുണ്ടകൾ വാണ നഗരമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തെ പുതിയൊരു ഗുണ്ട അവതരിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ അയാളൊരു കൗൺസിലറായിരിക്കും. അയാൾക്ക് വേണ്ടി നിയമം മാറ്റി എഴുതാൻ സെക്രട്ടേറിയറ്റിൽ ചിത്ര പി പൂർണിമയെ പോലെയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുമ്പോൾ തിരുവനന്തപുരം നഗരം മറ്റൊരു മുംബൈയായി മാറും.